കോഴിക്കോട് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. വിഷയത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നും ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ല എന്നും ബന്ധുക്കൾ പറയുന്നു. മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസവും സന്തോഷവതിയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് ന്യൂസിലാൻഡിൽ പോകണമെന്ന ആഗ്രഹമടക്കമുണ്ടായിരുന്നു കുട്ടിക്കെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി. ലക്ഷ്മി കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. ഈ ഞായറാഴ്ച അവിടെ നിന്ന് പോകുന്നേ ഉള്ളൂ. പോകുന്നതുകൊണ്ട് വരെ സന്തോഷവതിയായിട്ടാണ് പോകുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും നോക്കില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ അന്വേഷിച്ചിട്ടും വേറെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് അവൾ ആത്മഹത്യ ഇങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾക്ക് ഇതിലെന്ത് ദുരൂഹതയുണ്ട്, സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാൾ വെറുതെ എങ്ങനെ ആത്മഹത്യ ചെയ്തെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ട്. ഇന്നിപ്പം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പരാതി കൊടുക്കാൻ പോകണം. കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ പോകണം. കമ്മീഷണർക്കും CIക്കുമാണ് പരാതി കൊടുക്കുന്നത്. ഇതിപ്പം നമുക്കിപ്പം എന്താ കാര്യം എന്ന് അറിയണം. ഇപ്പോൾ കുട്ടി എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് അറിയേണ്ടത്. വെറുതെ ആരും ചെയ്യുമല്ലോ, വെറുതെ ചുമ്മാതെ ആരും ചെയ്യുമല്ലോ. ഇപ്പം ഇവിടെ വന്ന് നമ്മൾ സംസാരിച്ചു, ഇവിടെ എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ഇവിടെ ആരുടെ ഭാഗത്തുനിന്ന് നമുക്കൊന്നും അറിയാൻ കഴിയുന്നില്ല. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ ലക്ഷ്മിയുടെ മരണത്തിൽ സംശയമുണ്ട് എന്ന് കുടുംബം പറയുന്നു. ആരെയാണ് സംശയിക്കുന്നത്? ഇപ്പോൾ ന്യൂസിലൻഡിൽ പോകാൻ തയ്യാറായിരുന്ന ആളാണ്. അപ്പോൾ പ്രതീക്ഷയോടെ തന്നെയാണ് ജീവിതത്തെ കണ്ടിരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു മരണം അത് കുടുംബത്തിന് അത് അംഗീകരിക്കാനാവുന്നില്ല. എന്താണ് അവരുടെ സംശയം യഥാർത്ഥത്തിൽ? അതായത് ഇന്നലെ വരെയും വളരെ സന്തോഷവതിയായിരുന്ന കുട്ടിയായിരുന്നു. രാവിലെ പനി പോലെ ഉള്ളതുകൊണ്ടാണ് ക്ലാസ്സിൽ പോകാതിരുന്നത്. ഉച്ചയ്ക്ക് കൂട്ടുകാരികളെ അടക്കം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല 2 ദിവസം മുൻപ് വീട്ടിൽ വന്ന് പോയിരുന്ന ഒരാളാണ് ലക്ഷ്മി എന്നൊക്കെയാണ് ബന്ധുക്കൾ പറയുന്നത്. ലക്ഷ്മിയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണവുമില്ല. കാര്യം കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ പോലും ഉപരിപഠനത്തിനായി ന്യൂസിലാൻഡിലേക്ക് പോകണമെന്നടക്കം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ലക്ഷ്മി എന്നുള്ളതാണ്. മാത്രമല്ല വിളിക്കുമ്പോഴൊക്കെ സന്തോഷവതിയായിരുന്നു. മൊബൈൽ ഫോണിൽ സന്തോഷം മാത്രമുള്ള സ്റ്റാറ്റസുകൾ ഇട്ടിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ എന്നിട്ടും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഈ ബന്ധുക്കൾ വന്നതിന് ശേഷം സുഹൃത്തുക്കളോടും ഹോസ്റ്റൽ മേറ്റ്സിനോടും ക്ലാസ്മേറ്റ്സിനോടും ഒക്കെ സംസാരിക്കുകയും അധ്യാപകരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കിട്ടിയ കാര്യങ്ങളൊക്കെയും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണ്. എന്താണെന്ന് അവർക്കും ഒരു വിവരമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവരിന്ന് വൈകുന്നേരം കോഴിക്കോട് SPക്ക് പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അല്പസമയം മുൻപ് ജന്മനാടായ കോട്ടയത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ശരി, സാനിയോ മനോമിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.